എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്യൂട്ട് മിനി നോട്ട്ബുക്കുമായിട്ടാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത കൂട്ടുകാരനെ അയച്ചു കൊടുക്കുക, വെറുപ്പിക്കുക. നമ്മളെ കൊണ്ട് അത്രയ്ക്കല്ലേ പറ്റുള്ളൂ. ഈ ഒരു അളവിലാണ് ഞാൻ ബുക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം വലിയതാക്കിയൊക്കെ എടുക്കാം. ഇതിൻ്റെ ഈ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ വേണമെന്നില്ല. എനിക്ക് ഈ ഒരു സൈസിലാണ് ഇപ്പം വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വെട്ടുമ്പോൾ ശ്രദ്ധിച്ച് വെട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഈ ഒരു 4 വശം ഒപ്പിക്കുന്ന സമയത്താണ് കേട്ടോ. ചില പേജിൻ്റെ തലകളൊക്കെ കുറച്ച് നമുക്ക് കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ലേശം ഒന്ന് പൊങ്ങിക്കിടക്കും പോലെ തോന്നും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ആ ബുക്ക് അങ്ങനെ ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വെട്ടുന്ന സമയത്ത് നിന്ന് വളരെ കറക്റ്റായിട്ട് സമയമെടുത്ത് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഈ വെട്ടുക എന്നുള്ളത്. ഇനി അടുത്ത കലാപരിപാടിയാണ് ക്ലിപ്പിൻ കൂട്ടിലെ പേപ്പർ കൂട്ടത്തിൻ്റെ മേൽ പശ ഒഴിക്കുന്നു, പരത്തുന്നു, ഒട്ടിക്കുന്നു. ഒരു 5 മിനിറ്റ് വെച്ച ശേഷം വീണ്ടും ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്ത് വീണ്ടും മുകളിലേക്ക് പശ ഒഴിച്ചിട്ട് ഒട്ടിച്ച് അതിൻ്റെ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇതൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്കൊരു മൂലയിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാം. പാറ്റേൺ പേപ്പർ ഞാൻ ഉപയോഗിക്കുന്നത് ഡ്രോയിങ് ഷീറ്റാണ് കേട്ടോ. ഡ്രോയിങ് ഷീറ്റ് എടുക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ എടുത്ത ചട്ട കട്ടി കുറവാണ്. കട്ടി കുറവുള്ളത് തന്നെ നോക്കിയെടുത്തതാണ്. കട്ടി കുറവായതുകൊണ്ട് തന്നെ A4 ഷീറ്റിനേക്കാളും ഒരു പക്ഷേ കൂടുതൽ ഭംഗി ഉണ്ടാവുക ഈ ഡ്രോയിങ് പേപ്പർ ആയിരിക്കും. പിന്നെ പാറ്റേൺ പേപ്പർ കയ്യിലില്ലാത്തത് കൊണ്ടും ഞാനവിടെ അറഞ്ചം പുറഞ്ചം അങ്ങോട്ടും ഇങ്ങോട്ടും വരയിട്ട് ഒരു പാറ്റേൺ പേപ്പർ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ ബ്ലൂ. അതുകൊണ്ടാണ് ഞാനിത് പാറ്റേൺ വരയ്ക്കാൻ എടുത്തത്. ഇനി നിങ്ങളെ ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇതിൻ്റെ പുറകു വശത്ത് ഞാൻ ഈ ചട്ട ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബുക്കിനായി ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ഡയറിയാണ് കേട്ടോ. 2018 ഡയറിയാണ്. അതിന് ഒരുപാട് ഞാൻ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വന്ന പേപ്പേഴ്സ് എടുത്തിട്ടാണ് ഞാനിങ്ങനെ ഒരു ബുക്ക് ഉണ്ടാക്കുന്നത്. എനിക്ക് ആ ഡയറിയുടെ പേപ്പർ വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു വെച്ചതാണ്. പല പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ബാക്കി എഴുതാത്ത ഒരു പേജ് പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അതിൽ തന്നെ സൂക്ഷിച്ച് വെക്കും. അത്രയും എൻ്റെ ഫേവറേറ്റ് ഡയറിയാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡയറിയൊക്കെ അധികം ഒരു മൂലയിൽ ഇരിക്കാറാണ് പതിവ്. അത് പിന്നെ പൊടി തട്ടി ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുമ്പോഴാണ് അതിനൂടെ ഒന്നുകൂടെ ജീവൻ വെക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിലും ഇങ്ങനെ ഉപയോഗിക്കാതെ മൂലയിലിരിക്കുന്ന ഡയറി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക, ഉപകാരപ്പെടും. ഒരു പക്ഷേ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമ്മളെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം സന്തോഷമാവും. അവരുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കുകയോ ഇനി എഴുതാൻ കൊടുക്കുകയോ എന്ത് വേണേൽ ചെയ്യട്ടെ. അവർക്കും ഒരു സന്തോഷമാണ്, നമുക്കും ഒരു സന്തോഷമാണ്. നമുക്ക് വെറുതെ ആ ഡയറി കളയേണ്ടി വരികയില്ല. ഞാൻ ഉപയോഗിക്കാത്ത പേപ്പേഴ്സൊക്കെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാറാണ് പതിവും. എനിക്കിതൊരു ക്രൈസാണ്. ബുക്ക് ഉണ്ടാക്കുക. ഒരുപാട് ബുക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ബുക്ക് ഞാൻ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്, ഗിഫ്റ്റായി കൊടുത്തിട്ടുണ്ട്, ക്യാഷ് തന്ന് വാങ്ങിയവരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ക്രൈസാണിത്. ചില ഡയറിൻ്റെ പേപ്പർ ടോണിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും. അങ്ങനെ എടുത്തു വെച്ച ഡയറിയാണിത്. ഒരു വിൻറ്റേജ് ലുക്കൊക്കെ തരുന്ന ഡയറിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വേണ്ടാത്തതൊന്നും എഴുതി വെക്കാറില്ല, വരയ്ക്കാറില്ല. എനിക്ക് ആവശ്യമുള്ളത് മാത്രം എഴുതാറാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് 2018 ബുക്ക് എനിക്ക് ഇത്രത്തോളം സൂക്ഷിച്ച് വെക്കാൻ കഴിഞ്ഞതും. ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയിട്ടും ഒട്ടും തന്നെ ഇഷ്ടം കുറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഡയറിയിൽ നിന്നും ഇങ്ങനെ ഒരു മിനി ബുക്കിലേക്ക് കൺവേർട്ട് ചെയ്തെങ്കിലും ഒരുപാട് ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. ഇനിയും ഇതിൻ്റെ ബുക്ക് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആസ് വെൽ ആസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.